എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു മൈക്രോവേവ് ഓവൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവനിൽ കുക്ക് ചെയ്യണ കുറേ റെസിപ്പീസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ, നമ്മളുടെ സ്വന്തം ഫിഷ് കറി. അപ്പോൾ ഫിഷ് കറി എങ്ങനെ മൈക്രോവേവിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതിന് മുമ്പ് ഞാൻ ഫിഷ് കറിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഓരോ രീതിയിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഓരോ ടൈപ്പ് ഓഫ് മീൻ കറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചൂരമീനാണ് എടുത്തിരിക്കുന്നത്, ട്യൂണ. അപ്പോൾ അതിവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, ഇഞ്ചി, അതിൻ്റെ കൂടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടെ 2 പച്ചമുളക്. അതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീനിന് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണം കേട്ടോ. കാശ്മീരി ചില്ലിയാണ്, അധികം എരിവൊന്നുമില്ല. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി. ഇനി മീൻ കറിയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. നമ്മളുടെ ഏരിയയിൽ എനിക്ക് വടക്കോട്ട് ഇനി ഉലുവ ഇടാതെ എവിടെയെങ്കിലും മീൻ കറി വെക്കാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉലുവ. അപ്പോൾ ഉലുവേൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് പൊടിക്കാത്ത ഉലുവയാണ്, അതുകൊണ്ട് ഞാൻ അത് ചേർത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ തന്നെ എണ്ണ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കരുത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ ഓവനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓവനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് മൈക്രോവേവ് പവർ ലെവലിൽ 2 പ്രാവശ്യമായി. 3ാമത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ 80-ലെത്തും. അപ്പോൾ ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 3, 4, 5, 6 മിനിറ്റാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. മൈക്രോവേവ് പവർ ലെവലിൽ 80 കേട്ടോ. 3ാമത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ 80-ലെത്തും. 80-ൽ 6 മിനിറ്റ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ അത് കേട്ടാൽ മതി. അപ്പോൾ ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്തായി പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. മസാല എല്ലാം ഉള്ളിക്കകത്തിലും എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫിഷ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ കറി വെക്കണ പോലെ അല്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഫൈനലൈസ് ചെയ്തിട്ട് വേണം ഓവനിലോട്ട് വെക്കാൻ. കാരണം പിന്നെ നമുക്ക് എടുത്തിട്ട് ഉപ്പ് ചേർക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നടക്കത്തില്ല. അത് എല്ലാം കുക്കായി കഴിയുമല്ലോ അപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം. വേണമെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുടംപുളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുടംപുളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കില്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മറ്റേ പുളി ഉണ്ടല്ലോ, വാളംപുളി, അത് മിക്സ് ചെയ്ത് കഴുകി ആ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുടംപുളി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് കുടംപുളി ഉണ്ട് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിനും കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആ ഒരു മുങ്ങി കിടക്കുന്ന ആ ഒരു പരുവത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകിക്കോളും. അപ്പോൾ നിങ്ങൾ ഫിഷ് കറിയായിട്ട് ഒരുപാട് ഗ്രേവിയായിട്ട് കറിയായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ബൗൾ എടുക്കണം. എന്നിട്ട് വേണം അതിനകത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പം ഒരു ചെറിയ ബൗളാണ്. ഭയങ്കര കാക്കയുടെ ശല്യം കേട്ടോ ഇവിടെ. ഒന്നും പറയാൻ പറ്റുന്നില്ല, എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. ഭയങ്കര ശല്യം. അപ്പോൾ ഇതൊരു ചെറിയ ബൗളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ചും കൂടി വേണം. ചൂര ആയതുകൊണ്ടും അകത്ത് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടോ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ഒരു പൊട്ടിക്ക് മേലെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കുക്കായി കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. എരിവെല്ലാം പാകത്തിനാണ്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ബൗൾ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൈക്രോവേവ് പവർ ലെവലിൽ 80 വേണം ഇടാൻ കേട്ടോ. 1 2 3 80 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. 20 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എൻഡായി കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളുടെ ഫിഷ് കറി എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി നല്ല കലക്കം മീൻകറി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ. മീനൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല സൂപ്പറായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉള്ള ഇത് മതിയെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ബൗൾ എടുത്താൽ മതി. പക്ഷെ നല്ല ഗ്രേവിയൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബൗൾ എടുക്കണം. പക്ഷെ വെറുതെ പറയണമെന്ന് തോന്നരുത്, നല്ല കലക്കൻ ടേസ്റ്റ് ഉണ്ട്. ഓവനകത്തിൽ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓവൻ ഉള്ളവരെന്തായാലും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കലക്കനായിട്ടിരിപ്പുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ഏതെങ്കിലും റെസിപ്പി ആയിട്ട് വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ, താങ്ക് യു.